നമസ്കാരം. ഇന്ന് ഞാനൊരു വിഷുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ 1 ഗ്ലാസ് ഉണങ്ങല്ലരിയാണ് എടുത്തിട്ടുള്ളത്. ഉണങ്ങല്ലരി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. അതിനായി 1 ഗ്ലാസ് അരി എടുക്കുമ്പോൾ 2 ഗ്ലാസ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങ നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒരു 1/2 ഗ്ലാസ് ഒന്നാം പാലും ഒരു 4 ഗ്ലാസ് രണ്ടാം പാലും എടുത്തു വയ്ക്കണം. അരി 10 മിനിറ്റ് കുതിർത്തി സ്ട്രെയിൻ ചെയ്ത് എടുത്തു വയ്ക്കുക. കുതിർത്തിയെടുത്ത അരിയാണിത്. ഇത് 1/2 ഗ്ലാസ് ഒന്നാം പാല്, ഇത് 4 ഗ്ലാസ് രണ്ടാം പാല്. ഇനി കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ഈ അരി ഇടുക. 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് ഈ 4 ഗ്ലാസ് രണ്ടാം പാൽ ഒഴിക്കുക. ഈ മൂടിയുടെ ഉൾഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേക്കുന്നത് നല്ലതാണ്. ഇത് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണിത്. ഈ പാലൊക്കെ ഒഴിച്ചാൽ പെട്ടെന്ന് തിളച്ച് അതിൻ്റെ മുകളിലൂടെ തിളച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ തേക്കുന്നത്. അതിനുശേഷം കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം അതിൻ്റെ ആവി പോയാൽ കുക്കർ തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ അതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അരി അതിൻ്റെ പാകത്തിൽ വെന്തിരിക്കുന്നു. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഒന്ന് പൊടിച്ച് ഇടുക. നല്ലതുപോലെ പൊടിയേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്ത് ഇട്ടാൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് ഒന്നാം പാൽ എന്നിവയൊഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ട് ഇത് ഒന്ന് നല്ലതുപോലെ വറ്റി വരണം. അതുവരെ ഒന്ന് ഇളക്കി എടുക്കണം. ഇപ്പോൾ ഉപ്പ് പാകമാണോ എന്നൊക്കെ നോക്കി ഉപ്പ് നമ്മൾ കുറവാണെങ്കിൽ അതിലേക്ക് ഇടുക. ഇതിലേക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. ഒരുവിധം വറ്റി നമുക്ക് പരത്തി കഷ്ണങ്ങൾ മുറിക്കാൻ പറ്റുന്ന രൂപത്തിൽ വറ്റിച്ചെടുക്കണം. അതിനുശേഷം ഒരു പ്ലേറ്റിൽ ഇല വെച്ച് അതിലേക്ക് ഇത് കോരിയിട്ട് നല്ലതുപോലെ പരത്തി വയ്ക്കുക. അതിനുശേഷം ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് മുറിച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ വിഷുവൊക്കെ അടുത്ത സമയമാണല്ലോ. വിഷുക്കട്ട ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടി ആണ് ഞാൻ ഈ വിഷുക്കട്ട തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല സ്വാദിഷ്ടമായ ഒരു വിഷുക്കട്ടയാണിത്. ഇനി വിഷുക്കട്ട ചിലർ വെള്ളരിക്ക മാങ്ങ കറി കൂട്ടി കഴിക്കും. ഞങ്ങളിവിടെ ശർക്കരപ്പാവ് കൂട്ടിയാണ് കഴിക്കുന്നത്. അതിനായി ശർക്കരപ്പാവ് ഉണ്ടാക്കുകയാണിത്. ഞാൻ സാധാരണയായി വെല്ലം കിട്ടിയാൽ ആദ്യം തന്നെ ഉരുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് ആ വെല്ലം കുറച്ചെടുത്ത് ഗ്യാസിൽ വെച്ച് ചൂടാക്കി ശർക്കരപ്പാവ് റെഡിയാക്കി. ഇതാ ശർക്കരപ്പാവാണിത്. ഇപ്പോഴേക്കും നമ്മുടെ വിഷുക്കട്ട ചൂടാറി. ഇനി അത് ഇതുപോലെ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കുക.